അഖിലിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരിക്കലും അല്ല, അത് ചുമ്മാ തോന്നല. 10 വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ മഴയത്തും വെയിലത്തും കൊണ്ടുനടന്ന് വിറ്റ 10 വർഷത്തെ ഒരു കഥയുണ്ട്. പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഇതുപോലെ പറയും, അവന്റെ ഒരു ഭാഗ്യം കണ്ടില്ലേ, ഒരു ബുക്കിൽ അങ്ങ് കയറിപ്പോയെന്ന്. കാലത്തിനനുസരിച്ചിട്ട് സാഹിത്യം മാറിയിട്ടില്ലെങ്കിൽ ഒരു പുതിയൊരു തലമുറ ഇതിൻ്റെ അകത്തേക്ക് വരില്ല. സിനിമാറ്റിക് നോവൽ എഴുതുന്നവരൊക്കെ അടച്ചാക്ഷേപിക്കുന്ന എഴുത്തുകാരുണ്ട്. കുറെ സംരക്ഷകരാണ്. ഈ ഞാൻ മലയാള ഭാഷയെ ഞാനാണ് സംരക്ഷിക്കുന്നത്, മിന്നൽ മുരളിയെ പോലെ, ഞാനാണ് സൂപ്പർമാനെ പോലെ, സ്പൈഡർമാനെ പോലെ. ഇപ്പോൾ ഒരാൾ നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറെ പ്രകൃതി ഭംഗി ഒരുപാട് കുത്തി നിറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ആ ബുക്ക് അവിടെ വെച്ചിട്ട് പോകും പിള്ളേർ. ഇത് ആരുടെ ബുക്കാണ്, ഇത് ആരാണ് ഈ സൈൻ ചെയ്യുന്നത്, ഇത് എന്തിനാ ആൾക്കാർ ഈ വെയിലത്ത് ക്യൂ നിൽക്കുന്നത്? ആൾക്കാരുടെ റിപ്ലൈ കൊടുത്തു, ഇത് രാം കെയർ ഓഫ് ആനന്ദി, ഇത് അഖിൽ പി ധർമ്മജൻ. സ്വീകാര്യത ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇനി ഞാൻ എഴുതുമ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ ഞാൻ റീച്ച് ചെയ്യാനുണ്ടല്ലോ. നമ്മളിവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആൾക്കാരാണ്, ഇവിടെ ആരും സ്ഥിരമായിട്ടില്ല. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം വിജയം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾക്ക് ഉയർച്ച മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ശരിയല്ല. നടനോ നടിയോ എഴുത്തുകാരനോ പാട്ടുകാരനോ ആരോ ആട്ടെ, ഇവരൊക്കെ മനുഷ്യരാണ്. എൻഡ് ഓഫ് ദി ഡേ ഇവര് ഒറ്റയ്ക്കിരിക്കുന്നവരാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഒരു സെക്കൻഡിൽ കമന്റ് ഇട്ട് അവർ വേറെ വഴിക്ക് പോകും. എല്ലാം തകർന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ചെറിയൊരു ഹോപ്പ് ഒരു ബുക്കിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സാധനം ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. പ്രേമം എപ്പോഴും ക്രിഞ്ചാണ്. പിന്നല്ലേ, അമ്മമാര് വഴക്കിടുമ്പോ 10 മാസം കൊണ്ട് ചുമന്നല്ലേ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ പറയാം അമ്മ ഇത് ക്രിഞ്ചാണ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവും. നമസ്കാരം. സമീപകാല മലയാള സാഹിത്യത്തിൽ ഒട്ടനവധി വായിക്കപ്പെട്ട പുസ്തകത്തിൻ്റെ രചയിതാവ് അഖിൽ പി ധർമ്മജനാണ് ഇന്ന് മാഡിസം ഇ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ അതിഥിയെത്തിയിരിക്കുന്നത്. സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സമീപകാലം, അതായത് ഈ ഒരു ജെൻസി യുഗത്തിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് അഖിലിൻ്റെ രാം കെയർ ഓഫ് ആനന്ദിയാണ്. അപ്പോൾ ജെൻസി കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുന്നില്ല, അല്ലെങ്കിൽ വായന മരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അഖിലിൻ്റേതടക്കമുള്ള ചില ആളുകളുടെ പുസ്തകങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത നമുക്ക് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കിട്ടുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ ടൂളുകൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായനയെ പുനരവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അഖിലാണെങ്കിൽ പോലും ഫേസ്ബുക്കിലെ കഥ എന്ന് പറയുന്ന ഒരു പേജിലൂടെയാണ് വളരെ ലളിതമായിട്ട് അഖിലിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതും മലയാള സാഹിത്യത്തിലേക്ക് ഇതാ ഒരു അഖിൽ പി ധർമ്മജൻ എന്ന ഞാൻ കൂടി എത്തിയിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അഖിൽ എന്നൊരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ, ഒരു എഴുത്തുകാരൻ്റെ കാഴ്ചപ്പാടിൽ സോഷ്യൽ മീഡിയ വായനയെ എത്രത്തോളം സ്വാധീനിക്കുന്നതായിട്ടാണ് തോന്നുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈസിലി ആൾക്കാർക്ക് പെട്ടെന്ന്, ഇപ്പം നമ്മുടെ കയ്യിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിലും കിൻഡിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ആക്സസ് പെട്ടെന്ന് ചെയ്യില്ല. പിന്നെ അതിന് പേയ്മെൻ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി നെറ്റ് ചാർജ് ചെയ്ത് നമുക്കൊരു അക്കൗണ്ട് ഉള്ളത് ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രതിലിപി പോലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് പെട്ടെന്ന് ഇപ്പോൾ പോകുന്ന സമയത്ത് ഒന്ന് ബോറടിക്കുകയാണ്, അപ്പോൾ എനിക്കൊരു കഥ വായിക്കണമെന്ന് തോന്നുന്നു. ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കാൻ താല്പര്യമില്ല, ഒരു കഥ വായിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കാം. അതിപ്പം ഞാൻ എഴുതുന്ന സമയത്ത് ഫേസ്ബുക്കിൽ എഴുതേണ്ട ഒരു ഗതികേട് ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ആദ്യത്തെ നോവൽ ഞാൻ സബ്മിറ്റ് ചെയ്തു പബ്ലിഷിംഗ് കമ്പനികൾക്ക്, പക്ഷേ അത് റിജക്റ്റ് ചെയ്യുകയാണ്, എല്ലായിടത്തും നിന്ന് റിജക്റ്റ് ചെയ്യുക ചെയ്തത്. എനിക്ക് വേറൊരു ഓപ്ഷനും ഇല്ലാതെ ആൾക്കാരെവിടെയാണ് ഒത്തുകൂടുന്നതെന്ന് നോക്കിയപ്പോൾ, ഇപ്പം ഞാൻ KLF പോയപ്പോഴാണെങ്കിൽ അവിടെ ആൾക്കാർ അത്രയും ഒത്തുകൂടുന്നിടത്ത് ചില കുട്ടികൾ കൊണ്ടുവരുന്ന ബുക്ക് വയ്ക്കുന്നുണ്ട്. നമ്മൾ ആൾക്കാരെവിടെയാണോ കൂടുന്നത് അവിടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് ഫേസ്ബുക്കാണ് 2011-12 കാലഘട്ടം. അപ്പം അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എഴുതി വെച്ച ഇത് ഡിവൈഡ് ചെയ്ത് ചെറിയ ചാപ്റ്റേഴ്സാക്കി ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഒരു ആദ്യമൊന്നും ആരും വായിക്കാൻ വരില്ല. ആ സമയത്ത് ഞാൻ ഇടുമ്പോൾ ചിലപ്പോൾ കളിയാക്കും കൂട്ടുകാർ, ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോസ് ഇടുന്നിടത്ത് നീ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തെങ്കിലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എവിടെയെങ്കിലും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും, എന്തെങ്കിലും ശവപ്പെട്ടിയുടെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അല്ല, പ്രേതകഥയായിരുന്നു ആദ്യം എഴുതിയ ജോബോട്, ഇപ്പോൾ സെമിത്തേരിയുടെയോ അങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ കഥ എഴുതി വിടും. പക്ഷേ ആൾക്കാർ ചിലരെ ഒന്നും വായിച്ചൊന്നും, മീൻസ് ആരും ആദ്യമേ വായിച്ചില്ല. ഒരു 6-7 ചാപ്റ്ററൊക്കെ ആയപ്പോഴാണ് ഒരു വായനക്കാരനെങ്കിലും എനിക്ക് ഉണ്ടായത്. കഥ എന്ന് പറഞ്ഞൊരു പേജിലാണ് ഞാൻ കഥ എഴുതി തുടങ്ങിയത്. അങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ പയ്യെ ഈ മൗത്ത് പബ്ലിസിറ്റി വഴിയിട്ട് ഉണ്ടായതാണ് എൻ്റെ റീഡേഴ്സ്. അങ്ങനെ ലാസ്റ്റത്തെ ചാപ്റ്റർ, ഒരു 37ാമത്തെ ചാപ്റ്റർ എഴുതി നിർത്തുമ്പോൾ എനിക്കൊരു 15,000-ന് മുകളിൽ വായനക്കാർ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി കമ്പനികൾ റിജക്റ്റ് ചെയ്തു. ഞാൻ ആൾക്കാർക്ക് എത്തിച്ചു കൊടുത്തു, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു.
ആ ഒരു കോൺഫിഡൻസ് ആണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്, അത് സോഷ്യൽ മീഡിയ എന്നാണ്. അപ്പോൾ അഖിലിൻ്റെ ഒരു സോഷ്യൽ മീഡിയ വായനയെക്കുറിച്ചിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെയാണ്. അതായത് അഖിലും അവിടെ നിന്നുമാണ് തുടങ്ങുന്നത്. റാം കെയർ ഓഫ് ആനന്ദി റീൽസിലൂടെ ഒത്തിരി സ്വീകാര്യത കിട്ടിയൊരു വർക്കായിരുന്നു. അപ്പം അതിനു മുമ്പ് ഓജോ ബോർഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും റാം കെയർ ഓഫ് ആനന്ദിയിലൂടെയാണ് അഖിൽ പി ധർമ്മജൻ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതും ഞാനടക്കമുള്ള വായനക്കാർ അഖിലിനെ തിരിച്ചറിയുന്നതൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചെറിയ ചെറിയ റീൽസ് സ്റ്റോറീസ് ആയിട്ട് വരുന്നു, വോയിസ് ഓവർ സ്റ്റോറീസ് ആയിട്ട് വരുന്നു. അപ്പോൾ അഖിൽ പോലും സങ്കല്പിക്കാത്ത രീതിയിലായിരുന്നിരിക്കാം ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പ്രചാരത്തിൽ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ജെൻസി പ്രേരക ഘടകങ്ങളായിട്ട് ഇവ മാറുന്നത് വായനയെ സഹായിക്കുന്നതായിട്ടും ഒക്കെ അഖിലിനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് റീൽസിൻ്റെ ആരംഭം എവിടെ നിന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നിയത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഞാൻ 2024 ഞാൻ സൈൻ ചെയ്യുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സെഷനിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. സൈൻ ചെയ്യുന്ന സെഷൻ സമയത്ത് ഒരു നല്ലൊരു ക്യൂ, അതെനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ആ സൈൻ മേടിക്കാനായിട്ട് അത്രയും ആൾക്കാർ വന്നത്. ഈ ഒരു വീഡിയോ ഒരു പെൺകുട്ടി എടുത്തിട്ട് ഇത് ഇൻസ്റ്റയിൽ ഇട്ടു റീലായിട്ട്. അപ്പോൾ പലർക്കും അറിയില്ല അഖിലാരാണ്, റാം കെയർ ഓഫ് ആനന്ദി എന്താണെന്ന് അറിയില്ല. പലരും അതിൻ്റെ അത് എങ്ങനെയോ അത് വൈറലായി, ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടിയതിന്. എൻ്റെ ഇൻസ്റ്റ ID-യിൽ പിൻ ചെയ്തിരിക്കുന്ന വീഡിയോ അതാണ് ഫസ്റ്റ്. അപ്പോൾ ഇതിൽ കമൻറ്റ് വന്നു, ഇത് ആരുടെ ബുക്കാണ്, ഇത് ആരാണ് ഈ സൈൻ ചെയ്യുന്നത്, ഇത് എന്തിനാ ആൾക്കാർ ഈ വെയിലത്ത് ക്യൂ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൽ കമൻറ്റിൽ ആൾക്കാർ റിപ്ലൈ കൊടുത്തു, ഇത് റാം കെയർ ഓഫ് ആനന്ദി, ഇത് അഖിൽ പി ധർമ്മജൻ, ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്ക്, ചിലർ നല്ലതാന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ പേരിൽ കൗതുകത്തിൽ ആ സമയം എനിക്ക് തോന്നുന്നത് ഈ ഒരു ജനുവരി സമയമായതുകൊണ്ട് തന്നെ February 14th കുറച്ച് ഇതല്ല, അപ്പം അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഈ ബുക്ക് ലവേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഈ ബുക്ക് യൂസ് ചെയ്തു. പിന്നെ ഗിഫ്റ്റ് കിട്ടിയ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിലും ഇത് സ്റ്റോറി ഇടാൻ തുടങ്ങി. അപ്പൊ പിന്നീട് കഥ ആൾക്കാർ വായിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഓരോ കഥാപാത്രങ്ങളെ അനുകരിക്കാൻ ശ്രമിച്ചു. മല്ലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, ആനന്ദി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം, റാം എന്ന് പറഞ്ഞ കഥാപാത്രം, അങ്ങനെ പലരും പല പല വേർഷൻ ഇതിന്റെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പയ്യെ പലയിടത്ത് ചെയ്തപ്പം പല ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഇതാ പറയുന്നത്. അപ്പം മല്ലിയെ ചിലരിപ്പോൾ ചെയ്തപ്പോൾ ഇതിനെക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ റീൽസിലൊക്കെ നല്ല ഒരുങ്ങി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഇതെന്താണ് സംഭവത്തിലേക്ക് എത്തി. ആൾക്കാർ ബുക്ക് വായിക്കും, വായിച്ചതിന് ശേഷം റീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ബുക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം. ആ സമയത്ത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി തുടങ്ങി. പിന്നെ അതിന് ഡിമാൻഡ് ആയപ്പോഴാണ് DC ബുക്സ് കുറച്ചുകൂടെ ബൾക്കായിട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോയൊരു ജേർണിയാണ് റാം കെയർ ഓഫ് ആനന്ദിയുടേത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു ആൾക്കാരിലേക്ക് അങ്ങ് വ്യാപിച്ചു. റീൽസ് വരുന്നു, സ്റ്റോറി വരുന്നു. എപ്പോൾ ഇൻസ്റ്റ തുറന്നാലും ആ ഒരു ടോണുണ്ട്. എനിക്ക് തോന്നുന്നു പ്രേമ വിലാസം എന്ന് പറഞ്ഞൊരു സിനിമയിലെ ആ ഒരു BGM-ആണ് ഉപയോഗിച്ചത്. ഇൻസ്റ്റ തുറക്കുമ്പോൾ ഈ ഒരു സാധനം ഞാൻ കഴിഞ്ഞില്ലേ ഇത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ ഞാൻ തന്നെ ഇത് കഴിഞ്ഞില്ലേ, ഇത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നോക്കുമ്പോൾ ഇത് തന്നെ. അങ്ങനെ വന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇനി ആൾക്കാർക്ക് ഇത് വെറുപ്പീരാവുമോ? പക്ഷെ ആൾക്കാർ ഇത് ആഘോഷമാക്കുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ നോവലാണ് ഇവിടെ ആഘോഷിക്കുന്നത്, ഞാൻ അതിൽ നിന്നും മാറി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അപ്പം ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് പറയും, എന്തോ ആടാ ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല, തട്ടി നിന്റെ റീലാണ് ഫുള്ള്, എന്തൊരു ശല്യമാണെന്ന് പറഞ്ഞിട്ട്. അവരുടെ ബുക്കൊക്കെ ആഘോഷിക്കുന്ന എവിടെയെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഇത്രയും കാലത്ത് കണ്ടിട്ടുണ്ടോ? പണ്ടുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് ബുക്കിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വായിക്കുന്നില്ല, എഴുത്തുകാർ പുതിയതായിട്ട് വരുന്നില്ല. അപ്പം ആ ഒരു ട്രെൻഡ് തീർന്നു എന്ന് വിചാരിച്ച സമയത്താണ് വീണ്ടും റാം കെയർ ഓഫ് ആനന്ദി ഇങ്ങനെ റീൽസിലൂടെ വരുന്നതും. അതിനൊപ്പം തന്നെ പല പുസ്തകങ്ങളും ഒരുമിച്ച് തന്നെ ഇതുപോലെ റീൽസ് വരുന്നു. ബുക്ക് ജെൻസി അല്ലെങ്കിൽ വായന എവിടെയെങ്കിലും മറന്നുപോയ ആൾക്കാർ പിന്നെ വായിക്കുന്നു. അതൊരു സന്തോഷമായിരുന്നു. ആ ഒരു കാലഘട്ടമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അഖിലിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ മുൻപുണ്ടായിരുന്ന എഴുത്തുകാരെ പോലെ തന്നെ അതായത് ഒത്തിരി എഴുതിയതിന് ശേഷമാണ് പലരും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് അല്ലേ. അപ്പോൾ അഖിലിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരിക്കലും അല്ല, അത് ചുമ്മാ തോന്നല. 10 വർഷം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ റാം കെയർ ഓഫ് ആനന്ദിക്ക് മുൻപ് 2 പുസ്തകങ്ങളുണ്ട്, ഓജോ ബോർഡും മെർക്കുറിയലിന്റെ. ഇത് ഞാൻ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ മഴയത്തും വെയിലത്തും കൊണ്ടുനടന്ന് വിറ്റ 10 വർഷത്തെ എൻ്റെ ഒരു കഥയുണ്ട്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് എൻ്റെ ഈ ഒരു ബുക്ക് ക്ലച്ച് പിടിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ പെട്ടെന്ന് ഒരാൾ കാണുമ്പോൾ ഇതുപോലെ പറയും, അവന്റെ ഒരു ഭാഗ്യം കണ്ടില്ലേ ഒരു ബുക്കിൽ അങ്ങ് കയറിപ്പോയെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ KLF-ലൊക്കെ കൊണ്ടുനടന്ന് കുട്ടികൾ ബുക്ക് വിൽക്കുന്ന കാണുന്നു. അപ്പൊ പലരും വന്നിട്ട് ഇങ്ങനെ പറയും,
ചേട്ടൻ കൊണ്ടുനടന്ന് വിറ്റു എന്നും പറഞ്ഞ് പല ഇന്റർവ്യൂകളിലും പറയുന്നില്ലേ, അതെനിക്ക് നല്ല ഇതായി. അതായത് ഞാൻ ഇതാ കോഴ്സ്, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്, ഞാനപ്പോൾ എന്തിനാണ് ഈ ബുക്ക് കൊണ്ടുനടന്ന് വിൽക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പറ്റിക്കൂടാ, എൻ്റെ സ്വപ്നമാണിത്, ഈ പുസ്തകം എൻ്റെ സ്വപ്നമാണ്, ഇത് എനിക്ക് വിൽക്കാം എന്ന് അവർക്ക് മറുപടി പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഇപ്പൊ പലരും ഇപ്പൊ കോഴിക്കോട് വെച്ച് കണ്ടപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ആലോചിച്ചു, നമ്മൾ ചെയ്ത ഏതോ ഒരു കാര്യം ഒരാളെ അതിൽ ചെയ്യാനായിട്ട് അവർക്ക് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വലിയ. എൻ്റെ ഇതുപോലെ തന്നെ അവസ്ഥയായിരുന്നു. ഞാൻ പോളിയാണ് പഠിച്ചത്, മെക്കാനിക്ക്. അപ്പൊ ഞാൻ കോഴ്സ് എല്ലാം കഴിഞ്ഞ് പാസ്സായി കഴിഞ്ഞിട്ട് ജോലി ചെയ്യേണ്ട സമയത്ത് ബുക്കുമായിട്ട് ബസ് സ്റ്റാൻഡിൽ നടക്കുമ്പോൾ നാട്ടിലുള്ള പലരും വന്നിട്ട് അച്ഛനോട് പറയും, എടാ നിന്റെ മോൻ ഇതുപോലെ ബസ് സ്റ്റാൻഡിലൊക്കെ ബുക്കും കൊണ്ട് നടക്കുകയാണ്, അവൻ പഠിച്ചതല്ലേ. അപ്പൊ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കും, നീ പുറത്തേക്ക് ജോലിക്ക് നോക്കിക്കൂടെ, എന്തിനാ ഇതും കൊണ്ട് നടക്കുന്നത്, ഇതിൽ നിന്ന് എന്ത് കിട്ടും. അപ്പം ഞാൻ പറയും, അച്ഛാ എനിക്ക് എന്ത് കിട്ടിയാലും അതെൻ്റെ ബോണസാണ്. ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്താൽ ഞാൻ അതിൽ നിന്ന് എന്ത് കിട്ടി, അതിപ്പോൾ കഞ്ഞി കുടിച്ച് ജീവിക്കുകയാണെങ്കിലും എനിക്ക് സന്തോഷമാണെന്ന് ഞാൻ പറയും. അപ്പം അങ്ങനെ ഒരു ജേർണി ഉണ്ട് എനിക്ക്. അല്ലാതെ ഒരു പെട്ടെന്നൊരു സാധനം അല്ല. എൻ്റെ ആ ഒരു സ്ട്രഗിള് ഒരുപാട് ഇതുണ്ട്. ചിലപ്പോൾ അതൊരു ദൈവാനുഗ്രഹമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലക്കോ ഇത് കൊണ്ട് ഇത്രയും വർഷം സ്ട്രഗിൾ ചെയ്തപ്പോൾ ഉണ്ടായൊരു കാര്യം. പിന്നെ ഹേറ്റേഴ്സ് വിൽ സേ അവൻ എന്തോ ചെയ്തിട്ടുണ്ട്, PR വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഞാൻ ഒരു രൂപ പോലും, ഞാൻ PR വർക്കിനോ അങ്ങനെ എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് തെളിയിക്കട്ടെ, ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് PR വർക്കിന് 1 രൂപ കൊടുത്തത്. ഇപ്പൊ DC ബുക്സ് ആണെങ്കിൽ തന്നെ ഈ ബുക്ക് ഇറങ്ങി ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഇതൊന്നും ഇതാകുന്നത്. അവര് കുറച്ച് ക്യാമ്പയിൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്, അതായത് മത്സരങ്ങള്, കഥ, ഇതിന്റെ പടം വരയ്ക്കല്, അല്ലാതെ ഒന്നും അവര് ആർക്കും PR വർക്കിന് കൊടുത്തിട്ടില്ല. ഇത് ആൾക്കാര് ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു പുസ്തകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. അതായത് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടതിന്റെ കൂടെ തന്നെ ഒത്തിരി വിമർശനങ്ങളും നല്ല രീതിയിൽ പിന്നെ നല്ല രീതിയിൽ കേട്ടോ. ഒരു എന്താ പറയാ, ക്രിഞ്ചാണ്, പിന്നെ അങ്ങനെ കുറെ ഭയങ്കര ഇതായിട്ട് പറയും. പ്രേമം എപ്പോഴും ക്രിഞ്ചാണ് പിന്നല്ലേ. എത്ര വർഷമായാലും അതിൻ്റെ അകത്ത് കുറച്ച് പ്രേമം മാത്രമല്ല, നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഇപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടിട്ടൊരു കാര്യമാണ്, അമ്മമാര് വഴക്കിടുമ്പോൾ 10 മാസം കൊണ്ട് ചുമന്നല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പറയാം, അമ്മ ഇത് ക്രിഞ്ചാണ് എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അവര് പറയുന്ന ഒരു ഫാക്റ്റാണ്. ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. പ്രേമിക്കുന്നവർ തമ്മിൽ പറയുന്ന കാര്യം, വഴക്കിടുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ വന്നു പോകുന്ന പോലെ ചില വേർഡ്സ് അങ്ങനെ. പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണ് ക്രിഞ്ചെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ചില കാര്യങ്ങൾ ചിലർക്ക് ഇപ്പം എനിക്ക് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കില്ല വേറൊരാൾ കാണുന്നത്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പോലും വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പം ആൾക്ക് ശ്രീറാമിന് ഇഷ്ടമല്ല, പാട്ടുകൾ കേൾക്കാറില്ല, പുള്ളി എന്താ പാടുന്നത്. ഞാനപ്പം ഇങ്ങനെ ഇരിക്കുക, ഞാൻ ആദ്യമായിട്ട് ഒരാളെ അങ്ങനെ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞപ്പം നിങ്ങൾ ഒരു പാട്ടും കേട്ടിട്ടില്ലേ? ഞാനിത് കഴിഞ്ഞ ദിവസം മാത്രമാണ് അയാളുടെ ഒരു പാട്ട് കേട്ടത്, അത് ഫുള്ളും കേട്ടില്ല എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ശരിയാ, പാട്ടിൽ പോലും ആൾക്കാർക്ക് ഇതുണ്ട്, ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട്. പിന്നെ പുസ്തകം, ഇത്രയും വലിയ പുസ്തകങ്ങൾ, ഇത്രയും കഥാപാത്രങ്ങളുള്ളത്, സന്ദർഭങ്ങളുള്ളത് വരാം, സ്വാഭാവികം. ഇപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, റീല് ക്രിയേറ്റ് ചെയ്യുന്നതിനും അങ്ങനെ കുറേ സാധ്യതകൾ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഒത്തിരി ആളുകൾക്ക് അതിലൂടെ വളരാൻ സാധിച്ചിട്ടുണ്ട്. എഴുത്തിലേക്ക് AI ഇമാജിനേഷൻ കടന്നു വരുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അഖിലിൻ്റെ ഒരു എഴുത്തിൽ എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ളൊരു ക്രിയേറ്റീവ് തിങ്കിങ്ങിൽ ഈ AI ടൂൾസ് എല്ലാം സഹായകമായി വന്നിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള എഴുത്തിലല്ല, ഇതിന്റെ കവർ എന്തെങ്കിലും ഐഡിയാസ്, ഇപ്പൊ ഞാൻ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റോറി, ഇതിന് പറ്റിയൊരു കവറോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊടുത്തപ്പോൾ പക്ഷെ നല്ല ദുരന്തമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് ഞാനതങ്ങ് വിട്ടു. ഞാൻ കൂടുതലും ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും കഥ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പോ നമുക്ക് എന്തെങ്കിലും ടിപ്സ് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കോട്ട് നമുക്കിപ്പോൾ ഈ ചില സമയം സ്റ്റക്കായി പോകും, അത് ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും സ്റ്റോറി ഇടാനോ ഒക്കെ ആയിരിക്കും, അല്ലാതെ എഴുത്തിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ട് ഇതൊന്ന് പോളിഷ് ചെയ്ത് തരാൻ പറ്റുമോ, അത് ഇംഗ്ലീഷിലായിരിക്കും, അവർ നന്നായിട്ട് പോളിഷ് ചെയ്ത് തരും. അപ്പം അങ്ങനെയുള്ളതാണ്. ഇപ്പം റൈറ്റിംഗ് വരുമ്പോൾ സത്യത്തിൽ പല ആൾക്കാരും പറയും ഇനിയിപ്പം എഴുത്തൊക്കെ ഇതിൽ കൊടുത്താൽ മതി കിട്ടുമെന്ന് പറയും. അതെനിക്ക് ഇപ്പോഴും ഒരു എങ്ങനെയാണത് വരുന്നതെന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇപ്പോഴും മലയാളം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇംഗ്ലീഷിൽ ചെയ്തു തരുമായിരിക്കും, മലയാളം അത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു സാധനം ഇട്ട് കൊടുത്താലും നമുക്കത് വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല, കറക്റ്റ് ആയിട്ടാണോ. ഇപ്പം റീഡേഴ്സിന്റെ പൾസ് അറിയാൻ പറ്റുന്നത് നമുക്ക് മനുഷ്യർക്കാണ് ഇപ്പം അറിയാൻ പറ്റുന്നത്. ഫ്യൂച്ചറിൽ അത് വരുമായിരിക്കും, വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആവും.
പിന്നെ എന്നാലും എനിക്ക് അതിനോട് അത്ര ഇതില്ല. ഞാൻ എഴുത്തെന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്ത് എഴുതുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ ജീവിക്കുന്നത് തന്നെ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനതൊരു ടൂളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രസക്തി ഇവിടെ എന്താണെന്ന് ഞാൻ ആലോചിക്കും. നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ മെക്ക് പഠിച്ച ആളാണ്. ഞാൻ ഈ പുസ്തകം വെക്കുന്നത് ഇതെല്ലാം ഞാൻ എൻ്റെ കഥകൾ മറ്റുള്ളവർ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ സമയത്ത് എൻ്റെ ലൈഫ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കഥ എഴുതുമ്പോഴാണ്. അപ്പം ആ എഴുത്തെന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വേറൊരു വന്നിട്ട് ഞാനത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാനത് എൻജോയ് ചെയ്ത് എഴുതിയെന്ന് വരില്ല. അത് ജസ്റ്റ് കുറച്ച് ഡേറ്റാസ് കൊടുക്കുന്നു, അതെനിക്ക് തരുന്നു, ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്ത് വെക്കുന്നു, അത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി, റീചെക്ക് ചെയ്താൽ മതി. അതിന് സപ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ. പക്ഷേ എൻ്റെ ജീവിതം എഴുത്ത് ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത് ഞാൻ എൻ്റെ എൻഡ് വരെ അത് ചെയ്യും. അത് പക്ഷേ വന്നാലും എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കവർ ഡിസൈനോ, ഇപ്പോൾ ഈ കവർ ഡിസൈൻ എടുത്താലും എനിക്ക് സുഹൃത്തുക്കളൊക്കെ കവർ ഡിസൈനേഴ്സാണ്. അവർക്കിട ഇങ്ങനത്തെ ഒരു മോഡൽ വേണമെന്ന് കാണിക്കാനേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ടാണ് ചാൻസ്. ചെയ്യുന്നവർ ചെയ്യട്ടെ, ഞാൻ അതിനെതിരൊന്നുമില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരിക്കും. പുതിയ കാലത്തെ എഴുത്തുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിനെല്ലാം ഒരു സിനിമാറ്റിക് സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ ജീവിക്കുന്നത് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൽ കൂടിയാണ്. കൂടുതൽ സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന എല്ലാ തലമുറയും വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സിനിമ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ സിനിമകൾ എഴുത്തുകാരെ സ്വാധീനിക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ ചെറുപ്പകാലം തൊട്ട് തന്നെ സിനിമ നന്നായിട്ട് കാണുന്ന ഒരാളാണ്. ഈ സിനിമ കാണുമ്പം എനിക്ക് കുറച്ചുകൂടെ വിഷ്വലി എഴുതാനായിട്ടുള്ള ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഒരു സീൻ എനിക്കറിയാം, ഇവിടെ വൈറ്റ് ഷോട്ട് വേണോ, ലൈറ്റിങ് എങ്ങനെ വരും, അത് കുറച്ചൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ രണ്ടുപേര് നടന്നു വരുമ്പോൾ ആ ഒരു സാധനം വരുന്നതാണോ, അതോ പോയിട്ട് ഒരു ബീച്ചിൽ പോയി ഇരുട്ടത്തിരുന്ന് സംസാരിക്കുന്നതാണോ എന്നുള്ളൊരിതുണ്ട്. അപ്പം ഈ വിഷ്വൽ സെൻസ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പോൾ ഒരു നായകനും നായികയും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീനായിരിക്കും. രണ്ടുപേരും കൂടെ ബീച്ചിൽ പോയി, ഒരു നിലാവെളിച്ചം മാത്രമുണ്ട്, രണ്ട് നിഴലുകളാണ് കാണുന്നത്, അവരുടെ സംസാരം എഴുതി വെക്കുന്നു. അപ്പം ഇത് വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു സാധനം കിട്ടും. നേരെ മറിച്ച് നായികയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഒരു സ്ട്രീറ്റാണ്, ഹാലജൻ ലൈറ്റിൻ്റെ ഇതിലുണ്ട്, അവൻ ബൈക്കിലിരിക്കുകയാണ്, അപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വരുന്നു, അവൻ സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്ന സിഗരറ്റ് താഴെ ഇട്ടു, എനിക്ക് നിന്നോട് സംസാരിക്കണം, അവർ തമ്മിലുള്ള ടോക്കിങ്. അപ്പം ആ ഒരു വിഷ്വല് ഇപ്പൊ കിട്ടിയില്ലേ, ആ ഒരു സാധനം വായിക്കുന്ന ഒരാൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെ കിട്ടുന്നത് നമ്മൾ ഞാൻ സിനിമ കണ്ട് ശീലിച്ചത് കൊണ്ട് തന്നെ എഴുത്തിനെ അത് സഹായിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അത് ആ ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുതിയ കുട്ടികളാണെങ്കിലും ഇപ്പൊ 1.5 മിനിറ്റിന്റെ റീലാണെങ്കിലും പല OTT പ്ലാറ്റ്ഫോംസിൽ പല ലാംഗ്വേജിൽ, കൊറിയൻ ആണെങ്കിലും അല്ലെങ്കിൽ ജാപ്പനീസ്, ഫ്രഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജിൽ വെബ് സീരീസുകൾ സിനിമകളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അവരുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവരുടെ ക്ഷമ പരീക്ഷിക്കാനായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. ഞാൻ കൂടുതലും ഈ വിഷ്വലി അവർക്ക് കിട്ടുന്ന രീതി, അവർ ഇപ്പോൾ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോമിൽ അവർ കാണുന്ന അത്രയും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഒരു 70% അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് അതിൻ്റെ അകത്ത് ക്യാമറമാൻ, അവരാണ് ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അത്രയും റീഫ്രഷ്മെന്റ് ഉണ്ടാവും, ബ്രെയിൻ അത്ര വർക്ക് ചെയ്യുകയാണ്. ബുക്ക് വായിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ചിലർ വിചാരിക്കും അങ്ങ് വായിച്ചു പോകാന്ന്, നമ്മളും വിചാരിക്കും ഇത് കുറച്ച് വരികൾ അങ്ങ് വായിച്ച, പക്ഷെ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഡിപ്രഷൻ ആവുന്ന ആൾക്കാർക്ക് ഡോക്ടേഴ്സ് ബുക്കുകൾ വായിക്കുന്നത് നിർദ്ദേശിച്ചു കൊടുക്കും. അത് സാഡ് ആയിട്ടുള്ളതല്ല, നല്ല കുറച്ച് ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞ് ചില സജസ്റ്റ് ചെയ്യും. അത് ഈ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. പിന്നെ രാത്രി ഉറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, എനിക്ക് ഉറങ്ങാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ബ്രെയിൻ കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ, വായിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതല്ല, ബ്രെയിൻ കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ടയേർഡാവും, അപ്പോൾ ഉറങ്ങിപ്പോകും. അപ്പോൾ ഡെയിലി ഒരു 10 പേജ് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര മാറ്റം ഉണ്ടാകും. ഒരു ദിവസം വായന തുടങ്ങാമെന്ന് വിചാരിക്കുക, ഭയങ്കരമായിട്ട് ബുക്ക് ഫുള്ളൊന്നും വായിച്ചു തീർക്കണ്ട, ഒരു 10 പേജ് വെച്ച് വായിക്കുക, ഒരു 30 ദിവസം കണ്ടിന്യൂ ചെയ്യുക, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി മാറും. അപ്പോൾ ഭയങ്കരമായിട്ട് അത് ഗുണം ചെയ്യും. എനിക്കത് ഫീലായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുള്ള കാര്യം തന്നെയാണ്. വായനയിലൂടെ ലൈഫ് തിരിച്ചു പിടിക്കാനും അല്ലെങ്കിൽ ഒരു ഓർഡർ കൊണ്ടുവരാനും ഒക്കെ നമുക്ക് സാധ്യമാണ്. ചിലർ പറയാം ഔട്ട്ഡേറ്റഡ് അല്ലേ വായന, ഈ ബുക്കൊക്കെ കൈവച്ച് വായിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ആ ഒരു കിട്ടുന്ന ഫീല് അത് വേറൊരു ഫീലാണ്. അത് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, നമ്മൾ ഒരു ട്രാവൽ പോകുമ്പോൾ നമ്മൾ ഹെഡ്സെറ്റ് എടുത്ത് വെക്കുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബുക്ക് എടുത്ത് വെക്കും വായിക്കാൻ വേണ്ടിയിട്ട്. അതൊരു പുറം രാജ്യത്തൊക്കെ അതൊരു കൾച്ചറാണ്. അവർ കിൻഡിലൊക്കെ ഇപ്പോൾ വായിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഇവിടെ അതൊരു കൾച്ചറായിട്ട് വരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ വരുന്നുണ്ട് കുറേ കുട്ടികളുടെ. മുന്നോട്ട് പോട്ടെ.
പ്രിയപ്പെട്ട സാറാമ്മേ, അങ്ങനെ പറയുന്ന ജെൻസി കുട്ടികൾ കുറവാണെന്ന് തന്നെ നമുക്ക് പറയാം. ഒരു പക്ഷേ പുസ്തകങ്ങളെ തെരഞ്ഞു പിടിച്ച് വായിക്കുന്നവർ പരസ്പരം പ്രണയിക്കുന്നവർ ഒരു പക്ഷെ അത്തരം വാക്കുകൾ പദപ്രയോഗങ്ങൾ അവരുടെ പ്രണയത്തിൽ വരുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ കുറച്ചും കൂടി വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോജീസ് വഴി മറ്റും പ്രണയം കൺവേ ചെയ്യുന്നൊരു ലെവലിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറി, കുട്ടികൾ ഒത്തിരി മാറി. ഇപ്പോൾ ഇവിടുന്ന് കൈപൊക്കി കാണിക്കുന്നൊരു ഇമോജി അയച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ച് ഓഫീസിലാണെന്ന് അർത്ഥം കിട്ടുന്നൊരു ഇമോജി വരുന്നു. തിരിച്ച് ടയേർഡാണെന്ന് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് ഹഗ് ചെയ്യുന്ന രീതിയിലൊരു ഇമോജി വരുന്നു. അപ്പോൾ ഭാഷയിൽ ഒത്തിരി മാറ്റം സംഭവിക്കുന്നുണ്ട് അല്ലേ? ഈ മാറ്റം ഇനി നമ്മളുടെ എഴുത്തിലേക്കും കൂടി വരുമോ? അങ്ങനെയൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിനോട് എന്താണ് അഖിലിന് ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായിട്ടും പണ്ടത്തെ ഡയലോഗുകളൊക്കെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള നമുക്ക് അതുപോലെ ആയിരിക്കില്ല. നമ്മുടെ സംസാരങ്ങൾ തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം, എടാ നീ അത് ചെയ്യോ, സെറ്റാക്കാം, നമ്മൾ അങ്ങനെയാണോ ഒരു 10 വർഷം മുമ്പ് പറഞ്ഞത്? ഇല്ലടാ ഞാൻ നോക്കട്ടെ. അതിനു മുൻപാണെങ്കിൽ ഞാൻ തയ്യാറാക്കാം. അപ്പൊ അങ്ങനെ ഒരു വാക്കുകൾ പോലും മാറിയിട്ടുണ്ട്. ഇപ്പൊ ഞാനൊരു നോവൽ എഴുതുകയാണെങ്കിൽ 2 പേര് തമ്മിലുള്ള ഒരു ഇത് വരുമ്പോ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ടോക്കിങ്ങിൽ ആടാ ഓക്കെ സെറ്റാക്കാം അങ്ങനെ എഴുതും. ഇത് ചിലപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമായിരിക്കും, നമ്മൾ സാഹിത്യത്തെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ കാലത്തിനനുസരിച്ചിട്ട് സാഹിത്യം മാറിയിട്ടില്ലെങ്കിൽ ഒരു പുതിയൊരു തലമുറ ഇതിൻ്റെ അകത്തേക്ക് വരില്ല. വായന എന്ന് പറയുന്നത് എന്തൊരു എടുത്താൽ പൊങ്ങാത്ത ഒരു സാധനമാണെന്നുള്ള ഒരു സംഭവം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ജനപ്രിയ സാഹിത്യം അല്ലെങ്കിൽ പൾപ്പ് ഫിക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ അതും ഇതൊക്കെ പറയാറുണ്ടെങ്കിലും ഈ ആൾക്കാർക്ക് സിമ്പിളായിട്ട് വായിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ വായിക്കും, ഇഷ്ടംപോലെ വായിക്കും. അവര് ഈ ബുക്കുകളിൽ നിന്ന് അടുത്തടുത്ത ബുക്കുകളിലേക്ക് പോകും. പിന്നീട് ഇതേ ആൾക്കാർ പണ്ട് എന്തൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഇപ്പൊ റാം കെയർ ഓഫ് ആനന്ദി 2019-18 ആ കാലഘട്ടം ചെന്നൈയാണ് ജീവിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ദോശമാവിന്റെ വില 35 രൂപയാണ്. ഇതൊരു 20 വർഷം കഴിഞ്ഞിട്ട് ഒരാൾ വായിക്കുമ്പോൾ ചെന്നൈയിലുള്ള ആ ഒരു മുഖഛായ തന്നെ മാറിയിട്ടുണ്ടാവും. അന്ന് ചിലപ്പോൾ ദോശമാവിന്റെ വില എന്ന് പറഞ്ഞാൽ 500 രൂപ ആയിരിക്കും. അപ്പൊ അവര് പറയുമ്പോൾ നേടാ 35 രൂപക്ക് ആ സമയത്ത് ഇതുണ്ടായിരുന്നു. അതൊരു അടയാളപ്പെടുത്തലാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മുൻപ് എഴുതി വെച്ചിട്ടുള്ള ആൾക്കാര് 50 പൈസക്ക് ചായ കുടിച്ച കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ 50 പൈസക്ക് ചായ കിട്ടും, 50 പൈസ ഇല്ല. അപ്പൊ അതുപോലുള്ള ഒരു അടയാളപ്പെടുത്തലുണ്ട് എല്ലാത്തിനും. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഭാഷയ്ക്കും മാറ്റം ഉണ്ടാവും, കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാവും. അതിനൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക. പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കട്ടെ, മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുകയല്ലേ, സാഹിത്യം പറഞ്ഞത് വളരെ ശരിയാ. മമ്മൂട്ടിയുടെ കനൽക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമയില് മമ്മൂട്ടി കുറെ ചോറ് വാങ്ങി ബീഫ് കറിയൊക്കെ എടുത്ത് അതിന്റെ പുറകിൽ ഒരു ചാട്ടുണ്ട്, അത് ഭയങ്കര വൈറലായിരുന്നു. 5 രൂപ ഇപ്പൊ 5 രൂപക്ക് എന്ത് കിട്ടും? ഞങ്ങളത് കണ്ടിട്ട് 5 രൂപയ്ക്ക് ബീഫ്. പിന്നെ ഈ മറ്റേ ഇപ്പൊ ഇൻസ്റ്റയില് റീൽസ് വരുന്നുണ്ട്. അതായത് പഴയ കാലഘട്ടത്തിൽ ഏതെങ്കിലും റോഡിൽ കൂടെ നായകനും നായികയും കൂടെ നടന്നു വരുന്നത്, ഇപ്പോൾ ഉള്ള അതിന്റെ ആക്ച്വൽ രൂപം. എനിക്ക് അതിലൊക്കെ കിക്ക് കിട്ടുന്ന ഒരാളാ. കാരണം പഴയ ആ ഒരു നൊസ്റ്റാൾജിയയിലേക്ക് പോകും. അപ്പൊ നോക്കുമ്പോ അവിടെ അത്രയും വലിയ കെട്ടിടങ്ങളൊന്നും ഇല്ല. ഈ കോഴിക്കോട് ബീച്ചിന്റെ ആണെങ്കിൽ തന്നെ പണ്ടത്തെ എന്തെങ്കിലും സിനിമ ഷൂട്ടിങ്ങിന്റെ സാധനം ഇപ്പോഴത്തെ അതേ സ്ട്രീറ്റ് വരുമ്പോൾ പുറകിൽ കുറെ കെട്ടിടങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മൾ തന്നെ ഓർക്കും ഇത്രയും മാറ്റങ്ങൾ വന്നു. പക്ഷെ ഒരു തൂണ് പഴയത് തന്നെ അവിടെ ഉണ്ട്, അന്നും അതേ രീതിയിലുണ്ടെങ്കിൽ ഞാൻ അതിരുന്ന് ഫോക്കസ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, വളഞ്ഞിട്ടുണ്ടോ, ഒടിഞ്ഞിട്ടുണ്ടോ? അത് സെയിം എക്സാക്ട് സാധനമാണെങ്കിൽ ഞാനപ്പോൾ ആലോചിക്കും എത്ര തലമുറയെ കണ്ട ഒരു തൂണാണത്, അല്ലെങ്കിൽ മരമാണത്, അങ്ങനെയുള്ളത്. അതൊരു എനിക്കൊരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു സാധനം ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അധികം അഖിലിനെ വിമർശകർ ഉപയോഗിക്കുന്ന കുറെ വാക്കുകൾ ഇതൊക്കെ തന്നെയാണല്ലേ. ക്രിഞ്ചാണ്, നൊസ്റ്റാൾജിക് ആണ് എന്നൊക്കെ ഒത്തിരി കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ സത്യത്തിൽ ഭയങ്കര നൊസ്റ്റാൾജിക്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്. ഞങ്ങൾ വർഷത്തിൽ ടൂർ പോകും എങ്ങോട്ടെങ്കിലും. ഈ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, ദുബായിൽ അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ. അപ്പൊ ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് വെക്കേഷന് വരുന്നതാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരു ആണുങ്ങളാണ്, എല്ലാവരും കൂടെ പോയി എവിടെയെങ്കിലുമൊക്കെ പോയി ഒരു 3-4 ദിവസം ബൈക്കിലൊക്കെ ആയിരിക്കും പോകുന്നത്. പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിയിരുന്ന് ഫുഡ് കൊണ്ടുവരണമെങ്കിൽ കഴിക്കും. ഒരു ചായക്കട കയറിയിട്ട് സ്മോക്ക് ചെയ്യുന്നവരാണ് അവിടെ നിന്നിട്ട് വലിക്കും, ബാക്കിയുള്ളവർ ചായ കുടിക്കും. പിന്നെ അടുത്ത ഒരു ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിലും ഇതൊക്കെ കഴിഞ്ഞ് ഇവര് പിരിഞ്ഞു പോവും. എല്ലാവരും പോയി കഴിഞ്ഞ് ഇവര് 1-2 വർഷം കഴിഞ്ഞായിരിക്കും വരുന്നത്. പക്ഷെ ഞാനത് കഴിഞ്ഞിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ ഇതേ രീതിയിൽ അതേ പാത്തിൽ ഞാൻ ട്രാവൽ ചെയ്യും. ആ മരം കാണുമ്പോൾ ഞാൻ അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് ആ കടയിൽ പോകും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്ക് എന്നെ അറിയില്ല, എനിക്ക് പക്ഷേ അയാളെ അറിയാം, അന്ന് ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങനെ 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 പോയി ഞാൻ അതേ ഹോട്ടലുകളിൽ താമസിച്ച് അങ്ങനെ എന്നിട്ട് ഞാൻ ആ ഒരു കിക്കിൽ ഉന്മാദം കണ്ടെത്തുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ ഗ്രൂപ്പിൽ ഫോട്ടോ ഇടും,
എടാ നമ്മളിരുന്ന കല്ല്, എടാ നീ അന്ന് ഇവിടെ നിന്നിട്ട് ഇത് വലിച്ചത്, എടാ അതേ നോക്ക് നീ അന്ന് മരത്തിൽ കൊത്തിവെച്ച ആ സാധനം പേര് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ. അപ്പം ഈ ഒരു കിക്ക് അതെനിക്ക് ഭയങ്കര ഒരു കിക്കാണ്. പിന്നെ റാം കെയർ ഓഫ് ആനന്ദിക്കകത്ത് റാം പേരെഴുതിയിടുന്ന ഒരു പരിപാടിയുണ്ട്. എനിക്ക് പണ്ട് അങ്ങനത്തെ അതൊരു മോശം സ്വഭാവമാണ്. നമ്മൾ പബ്ലിക് എവിടെയും പോയി നമ്മുടെ പേരെഴുതിയിടരുത്. ഞാൻ ആ സ്വഭാവം ഫോഴ്സ്ഫുള്ളി ഞാൻ നിർത്തിയതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 8-9 വർഷത്തിന് ശേഷം ഞങ്ങളുടെ വീടിനടുത്തൊരു ബോട്ട് ജെട്ടി ഉണ്ട്, ആലപ്പുഴയാണല്ലോ. അവിടെ ഇങ്ങനെ ഒരു കവാടം കണക്ക് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തിന്റെ പേരുമായിട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ അത് ദ്രവിച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അഖിൽ പി ധർമ്മേൻ എന്നും പറഞ്ഞു പണ്ടത്തെ പേര് അവിടെ ഇങ്ങനെ കിടക്കുക. എനിക്ക് ആ സമയത്ത് കിട്ടിയ ഒരു ഇതുണ്ടല്ലോ, ഉന്മാദം. അപ്പൊ വീണ്ടും എൻ്റെ മനസ്സ് എഴുത് വേണ്ട, എഴുതണ്ട. പക്ഷെ ആ ഒരു ഇതിപ്പം ആർക്കും ഉപദ്രവം ഇല്ലാത്ത നൊസ്റ്റാൾജിയ എല്ലാം ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നോവലിൻ്റെ അകത്ത് റാം എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ലാസ്റ്റ് ഇവര് കഴിച്ചിട്ടുള്ള അമ്മാവണവത്തിൽ പോയിരിക്കും, സ്ട്രീറ്റിൽ കൂടെ നടക്കും, പോയ ലോഡ്ജിൽ താമസിക്കും. അപ്പൊ ഇതൊക്കെ അങ്ങനെ റിയലി കിട്ടുന്ന ഒരു സാധനങ്ങളാണ്. റാം കെയർ ഓഫ് ആനന്ദിക്ക് മുൻപും അഖിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി കൂടുതൽ സ്വീകാര്യതയിലേക്ക് എത്തുന്നു, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി അതിനുശേഷം എഴുതുന്ന സമയത്ത് ആ സ്വീകാര്യത ഒരു ബാധ്യതയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇനി ഞാൻ എഴുതുമ്പോൾ ഞാൻ വേറെ എന്തൊക്കെയോ ഞാൻ റീച്ച് ചെയ്യാനുണ്ടല്ലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, അതൊരു പ്രശ്നമായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദിക്ക് ശേഷം വരുന്ന ബുക്ക് ആൾക്കാർ ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെയുള്ള സംഭവമാണ് പ്രതീക്ഷിക്കുക. എൻ്റെ ഫസ്റ്റ് നോവൽ എടുത്തു കഴിഞ്ഞാൽ അത് ഹൊററാണ്. രണ്ടാമത്തെ ഒരു ലോകാവസാനവും ദ്വീപും അങ്ങനെയുള്ള ഒരു ഫാന്റസിയാണ്. മൂന്നാമത്തെ ഈ പറഞ്ഞ പോലെ റൊമാൻറ്റിക് ഫിക്ഷൻ. നാലാമത്തെ ബുക്ക് ഇറക്കാനായിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം അതൊരു ത്രില്ലറാണ്, വലിയൊരു സംഭവമൊന്നും അല്ല, ഒരു ചെറിയ സാധനമാണ്. പലരും എന്നെ ഉപദേശിച്ചു, ഇപ്പൊ ഇത് ഇറക്കി വിടണ്ട, നീ ഇങ്ങനെ തന്നെ പറഞ്ഞു എഴുത്, ആൾക്കാർ അതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞു അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം, ശരിയല്ല അത് അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ലൈഫ് ലോങ് നമ്മളത്, ചില ഡയറക്ടേഴ്സിന്റെ മൂവീസ് അത് ഹിറ്റാണെങ്കിൽ പിന്നെ എന്ത് മൂവി വന്നാലും ആ മൂവിയായിട്ട് കമ്പയർ ചെയ്യും. ഒരു മനുഷ്യനല്ല, അയാൾക്ക് ചിലപ്പോൾ ഒരു ബെസ്റ്റ് സെല്ലർ ഉണ്ടാവും, ഫ്ലോപ്പ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറീസ് ജോണേഴ്സ് ട്രൈ ചെയ്യണമെന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. നമ്മളൊരു റൈറ്റർ ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഇപ്പം ത്രില്ലർ തന്നെ എഴുതുന്നു, റൊമാൻറ്റിക് ഫിക്ഷൻ തന്നെ എഴുതുന്നു. അപ്പോൾ അവരൊരു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണ് എല്ലാവരുടെയും മുന്നിൽ. അവരതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ആയിട്ട് പിന്നെയും കൊണ്ടുവന്നാൽ എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റേഷൻ അവരറിയില്ല, പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് അറിയാം. അത് അങ്ങനെ സെയിം സാധനം എഴുതുന്നവരുടെ റിവ്യൂസ് നോക്കിയാൽ മതി, ഇത് കഴിഞ്ഞതിലുണ്ടായിരുന്ന കഥാപാത്രത്തിന്റെ ഒരു റിപ്പീറ്റേഷൻ അല്ലേ ഇതെന്ന് പറഞ്ഞിട്ട്. ആ ഒരു സാധനമൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണത്. അപ്പൊ ഞാനെപ്പോഴും എന്നിലുള്ള എഴുത്തുകാരനെ പുതുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കും. അടുത്ത നോവൽ എന്തായാലും ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത പുതിയൊരു സാധനമായിരിക്കും. അതുകൊണ്ട് എനിക്കിപ്പോ പേടിയൊന്നുമില്ല. പിന്നെ നമ്മളിവിടെ ജനിച്ച് ജീവിച്ച് മരിക്കുന്ന ആൾക്കാരാണ്, ഇവിടെ ആരും സ്ഥിരമായിട്ടില്ല. അപ്പൊ അതിനിടയ്ക്ക് എല്ലാം വിജയം തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ, ഒരാൾക്ക് ഉയർച്ച മാത്രം ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ശരിയല്ല. അയാൾക്ക് താഴ്ചകൾ ഉണ്ടാവണം, അതിൽ നിന്ന് പഠിക്കണം, വീണ്ടും ഉയർന്നു വന്നാലേ വിജയം അയാൾക്കൊരു സന്തോഷം തരത്തുള്ളൂ. എപ്പോഴും ഒരാൾ വിജയിച്ചുകൊണ്ടിരുന്ന ഈ ലോകത്തുള്ള ഒരു സാധനവും ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കത്തില്ല. ഞാൻ പഠിച്ചൊരു പാഠമാണ്. നമുക്കിപ്പോ കുറെ പൈസ, കോടിക്കണക്കിന് പൈസ എന്ത് കയ്യിലുണ്ടെങ്കിലും സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനം വില കൊടുത്ത് മേടിക്കാൻ കിട്ടത്തില്ല. നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ നമ്മുടെ കാര്യങ്ങൾ കേൾക്കാനില്ല, അല്ലെങ്കിൽ സന്തോഷിക്കുമ്പോൾ നമ്മുടെ സന്തോഷം പങ്കിടാനില്ലെങ്കിൽ ആ പൈസക്ക് ഒരു വാല്യൂ ഇല്ല. അല്ലെങ്കിൽ ആ പൈസ കൊണ്ട് ആരെങ്കിലും നമ്മൾ വാങ്ങിയാലും അതിൻ്റെ അകത്തൊരു വാല്യൂ ഇല്ല. നമ്മൾ കുറച്ച് വാല്യൂബിൾ ആയിട്ടുള്ള കുറച്ച് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, പൈസയൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാക്കുക. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഒരു മെന്റൽ ഹെൽത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോവുക. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ എനിക്കങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ചെയ്യുന്ന ഒരാളാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ സിനിമയുടെ ചർച്ചകളെ കുറിച്ചെല്ലാം കഴിഞ്ഞ വർഷം ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. റാം കെയർ ഓഫ് ആനന്ദി സിനിമയാകുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എവിടം വരെ എത്തി സിനിമയുടെ തിരക്കഥ, പണിപ്പുര കാര്യങ്ങളൊക്കെ? സിനിമയുടെ എഴുത്ത് നടക്കുന്നേ ഉള്ളൂ. ഇതൊരു ബുക്ക് കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു, കുറെ ആൾക്കാർക്ക് ഇഷ്ടമല്ല, എന്നാലും ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് അതൊരു മൂവിയായിട്ട് വരുമ്പോൾ എന്താണ് ഇവര് നോക്കും, എന്തൊക്കെയാണ് മാറ്റങ്ങൾ. അപ്പൊ അതിൻ്റെ അകത്ത് കട്ട് ചെയ്യേണ്ട സാധനങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് അങ്ങനെ തന്നെ ഇടേണ്ട സാധനങ്ങളുണ്ട്, മാറ്റം വരുത്തേണ്ട സാധനങ്ങളുണ്ട്. ഇവൻ ക്ലൈമാക്സ് പോലും നമ്മൾ എഴുതി വരുമ്പോൾ ഓക്കെ, പക്ഷെ ഇത് വിഷ്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇച്ചിരി പാടാണ്. അപ്പൊ അതിന് ടൈം എടുക്കും. എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നു, പിന്നെ അതിന് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് വേണം.
എനിക്കിഷ്ടമുള്ള ഒരാളെ ചിലപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ അയ്യേ ഇതാണോ റാം, ഇതാണോ ആനന്ദി എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് പക്കായിട്ടുള്ള ഒരു ടീം സെറ്റായി കഴിയുമ്പോഴേ സ്റ്റാർട്ട് ആകത്തുള്ളൂ. ഇപ്പൊ എഴുത്ത് നടക്കുക. ആക്ച്വലി AI യൂസ് ചെയ്തിട്ട് ആളുകൾ റാം കെയർ ഓഫ് ആനന്ദി സിനിമ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ, പ്രണവ് മോഹൻലാലിനെയൊക്കെ വെച്ച് വല്ലാതെ. അതെ അതെ അതെ, അത് കാണുന്നതിൽ സന്തോഷമാണ്. എന്നാലും ഞാനിപ്പോ അവരുടെ അടുക്കലൊക്കെ ഞാൻ പറയും ഒരുപാട് അങ്ങ് ചെയ്യണ്ട, കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ സിനിമയായിട്ടും കാണണ്ടേ. പിന്നെ ചില പോർഷൻസ് ചെയ്യും ആൾക്കാർ, അത് നല്ല ഭംഗിയിൽ ചെയ്യും. എനിക്കും ഭയങ്കര ആഗ്രഹമാണ് ഇതൊരു സിനിമയായിട്ട് വന്നിട്ട് ആൾക്കാർ ഇത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ. അതങ്ങനെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വൈകാതെ വരും. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ മല്ലിനെ പോർട്രേറ്റ് ചെയ്തിട്ടൊരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു. കലോത്സവത്തില് അതാണോ? കലോത്സവത്തിൽ ഇപ്പോൾ കുട്ടികൾ ഇഷ്ടം പോലെ മല്ലീനെ ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു കുട്ടിയുടെ മോണോ ആക്ട് കാണാൻ പോയി, മല്ലിയുടെ കഥ. അപ്പോൾ ആലപ്പുഴ അവിടെ ചെന്നിട്ട് ഞാനിതിരുന്ന് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഭയങ്കരമാണ്. നമ്മള് ബുക്കിൽ എഴുതി വെച്ച ഒരു കഥാപാത്രം സ്റ്റേജിൽ നിന്നിട്ട് പെർഫോം ചെയ്യുകയാണ് ഒരു കുട്ടിയായിട്ട്. അപ്പൊ അത് കാണുമ്പോൾ ഉണ്ടായ ആ ഒരു അനുഭൂതി, അങ്ങനെയുള്ള കാര്യങ്ങള്, അത് ഭയങ്കര അടിപൊളിയാണ്. അത് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള റീൽസ് വരുമ്പോൾ ഞാൻ അപ്പൊ തന്നെ കൊളാബ് അക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കൂടെയാണ്. അതിന്റെ ഓദർ കൊളാബ് അക്സെപ്റ്റ് ചെയ്യുകയും അവരോട് ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഒന്നെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർ എന്നെ അടുക്ക പറയുമ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറയും. അതൊക്കെ ഒരു എൻകറേജ്മെന്റ് ആണ്. അത് നമ്മൾ റൈറ്റേഴ്സ് അങ്ങനെയുള്ളവർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുട്ടികളിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഇത് ഏത് കഥാപാത്രം നോക്കുകയാണെങ്കിലും കുട്ടികൾ ബുക്ക് വായിക്കും. എടി നീ ഇത് പെർഫോം ചെയ്ത മല്ലിയില്ലേ ഈ ബുക്കാണെന്ന് പറയുമ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതിരുന്ന് വായിക്കും. അവളുടെ കൂട്ടുകാരികളോട് അല്ലെ അവനാണെങ്കിൽ അവന്റെ കൂട്ടുകാരോട് ഈ ബുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്കും വായന പടരുകയാണ്. അങ്ങനെ കുറെ പോസിറ്റീവ് സൈഡ് ഉണ്ട്. പോയ കാലങ്ങളെ അപേക്ഷിച്ച് എല്ലാത്തിനും നമുക്ക് സാധ്യത നമുക്ക് തന്നെ തുറന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? സോഷ്യൽ മീഡിയ യുഗത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സക്സസ് നമുക്ക് തന്നെ നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ അങ്ങനെ എഴുത്തിലേക്ക് വരുന്നുണ്ട്. നേരത്തെ അഖിൽ സൂചിപ്പിച്ചതുപോലെ KLF ഒരുപാട് കുട്ടികൾ അവരെഴുതിയ പുസ്തകം കൊണ്ട് വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി ആളുകൾ ഇങ്ങനെ എഴുത്തിൻ്റെ പ്രോസസ്സിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ എന്താണ് അഖിലിന് പറയാനുള്ളത്? നിങ്ങൾ എഴുതുന്നതിൽ ശ്രദ്ധിക്കുക. പബ്ലിഷ് ചെയ്യുന്ന ഇപ്പോൾ പണ്ടത്തെ കണക്ക് ഞാനൊക്കെ ഈ കൊടുത്ത സമയത്ത് റിജക്ട് ചെയ്തപ്പോൾ നമുക്കത് വലിയ റിജക്ഷൻ ആയിരുന്നു. ഇപ്പൊ റിജക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം അവസാന വാക്കല്ല. എനിക്കിപ്പോ സ്വന്തമായിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്യാനും അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് ചെറുകിട പുസ്തക പ്രസാധക കമ്പനികളുണ്ട്, അവരെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിക്കാനോ ഈ സാധനം പിന്നീട് ആൾക്കാരിലേക്ക് എത്തുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമുക്ക് ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട് അത് ബിസിനസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് ഇട്ട് ഇതൊക്കെയാണ് കണ്ടന്റ് ഇതിൻ്റെ അകത്തുള്ളത്, ഇഷ്ടമുള്ളവർ അത് പർച്ചേസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എഴുതുക, എഴുത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ബാക്കി അത് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തും അതൊക്കെ രണ്ടാമത്തെ ഒരു കാര്യമാണ്. അതിന് വലിയ വലിയ സാധ്യതകളുണ്ട്. അത് ഫ്രീ ആണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം എല്ലാം. അതൊന്ന് ചെയ്താൽ മതി. PR വർക്ക് ഒന്നും ആരെയും കൊണ്ട് ചെയ്യിക്കേണ്ട. നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുക്കിന് PR വർക്ക് ചെയ്യുക. നിങ്ങളല്ലാതെ വേറെ ആരാണ് നിങ്ങളുടെ ബുക്കിന് PR വർക്ക് ചെയ്യാനായിട്ട്? അല്ലാതെ അത് ഒന്ന് ചെയ്യുക. പിന്നെ ഈ പറയുന്ന പോലെ മോശം കാര്യങ്ങളും ഉണ്ടാവും. പറഞ്ഞ കണക്ക് ഒരു കൊള്ളാത്തൊരു സാധനം PR വർക്ക് ചെയ്ത് കുറേ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ നോർമലി സ്വന്തം ബുക്ക് പ്രൊമോട്ട് ചെയ്യുന്നവരെ തെറ്റിദ്ധരിക്കപ്പെടും. അപ്പോൾ ഞങ്ങൾ ആ ഒരു ബുക്ക് പൈസ കൊടുത്ത് വാങ്ങി ഇത്ര റീല് കണ്ടിട്ട് പൈസ പോയി, ഇതും അതുപോലെ ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. പിന്നെ മനുഷ്യർക്ക് ഇപ്പോൾ വായനക്കാരെ ഒന്നും തെറ്റിദ്ധരിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് നല്ല ഐക്യം ഉണ്ട്. ഇപ്പോൾ എത്ര നല്ലതെന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്ത് അവർ വായിച്ചു കഴിഞ്ഞാൽ അവർ അപ്പോൾ പിറ്റേ ദിവസം റിവ്യൂ ഇടും, ഇത് മോശമായിട്ടുള്ള ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മണ്ടന്മാരാക്കാൻ പറ്റത്തില്ല. കുറച്ചു കാലം മണ്ടന്മാരാക്കാൻ പറ്റും, പിന്നെ അങ്ങോട്ടാക്കാൻ പറ്റത്തില്ല. വായനയുടെ കൾച്ചറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, വായനാ സംസ്കാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അറ്റൻഷൻ സ്പാൻ വല്ലാതെ കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു കൺസേൺ നമ്മളെല്ലായിടത്തും കേൾക്കുന്നുണ്ടല്ലോ. 30 സെക്കൻഡിൽ കൂടുതൽ നമുക്കൊന്നും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. പിന്നെയും സിനിമയൊക്കെ മനുഷ്യർ കണ്ടിരിക്കുന്നത് അത്രയും നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുന്നത് കൊണ്ടോ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ടോ ഒക്കെ ആയിരിക്കും. പക്ഷേ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് പോലും. ഇപ്പോൾ എൻ്റെ ഫാദറൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് പത്രമൊക്കെ വായിച്ച് നമ്മളോട് ഭയങ്കര കാര്യത്തിൽ അതിനകത്ത് വാർത്തയിൽ എന്തായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഗതി ഇവരിത് സ്ഥിരമായിട്ട് ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നവരാണ്. അതിന്റെ തലക്കെട്ട് മാത്രം വായിച്ചിട്ടായിരിക്കും ഇവർ ഈ കോണ്ടന്റ് മനസ്സിലാക്കിയിട്ട് നമ്മളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും നിമ്ന അടക്കമുള്ളത്, ഇപ്പൊ അഖിലിന്റെ കൂടെ ഒത്തിരി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരാളായിരുന്നു നിമ്ന. ഇപ്പോഴും നിമ്നയുടെ എഴുത്തുകൾ ആളുകൾ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ
നിമ്നയുടെ പോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കെറോസിൽസ് ആയിട്ട് ഇങ്ങനെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു ഹുക്ക് ഇട്ടിട്ടാണ് ആ റീഡ് പോകുന്നതല്ലേ, ഫസ്റ്റ് ഒരു ചെറിയ സ്ലൈഡ് പിന്നെ ഒരു സ്ലൈഡ്. അപ്പോൾ ഈ രീതിയിലും നമുക്ക് വായനേനെ ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ടല്ലേ. അങ്ങനെ കുറേ കീസും കൂടി ഇങ്ങനെ ഹുക്സും കൂടി നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അഖിൽ അങ്ങനെ എങ്ങനെയാണ് ഈ ഹുക്സ് ഒക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരുന്ന് വായിക്കാനായിട്ട് പ്രയത്നിക്കുന്ന ഒരാളാണോ? ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ചില സമയങ്ങളിൽ മെന്റൽ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെ ആദ്യമേ പറഞ്ഞ കണക്ക് ഈ 30 സെക്കൻഡിൽ ഒരു കാര്യം കൺവേ ചെയ്യുക, അല്ലെങ്കിൽ 1 മിനിറ്റിൽ കൺവേ ചെയ്യുക, അത് ഭയങ്കര പാടാണ്. ഇപ്പം ആൾക്കാർ മത്സരിച്ച് കണ്ടന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫാസ്റ്റായിട്ട് എങ്ങനെയാണ് ഒരു കണ്ടന്റ് ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു ബുക്കോ ഒരു സിനിമയോ ഒക്കെ ഇത്രയും ലെങ്ത് പോകുമ്പോൾ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ആൾക്കാരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ ഒരാൾ നടന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറേ പ്രകൃതി ഭംഗി ഒരുപാട് കുത്തി നിറയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ആ ബുക്ക് അവിടെ വെച്ചിട്ട് പോവും പിള്ളേർ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് വലിച്ചു നീട്ടുക, റബ്ബർ ബാൻഡ് പരിപാടി ചെയ്യാതെ നിങ്ങൾ നോർമലി ഒരു കാര്യം പറയുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അലങ്കാരങ്ങൾ ചേർക്കാം. പക്ഷെ ഈ ഒരു ഒന്നുമില്ലാതെ ഒരു കണ്ടന്റ്, ഒരു കുഞ്ഞു കണ്ടന്റ് വെച്ചിട്ട് ഒരു നോവലൊന്നും എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അത് ഷോർട്ട് സ്റ്റോറി ആക്കി മാറ്റുക. നോവൽ എഴുതുന്ന പല ആൾക്കാർ ഉപദേശം ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ നിങ്ങൾ ചോദിക്കുക, സ്വയം ചോദിക്കുക, ഇത് ഷോർട്ട് സ്റ്റോറിക്ക് പറ്റിയതാണോ അല്ലെങ്കിൽ ഒരു നോവലിന് പറ്റിയതാണോ എന്ന് ചോദിക്കുക. എല്ലാവർക്കും റൈറ്റർ ആവണമെന്നും പറഞ്ഞിട്ട് ഒരു കുഞ്ഞു സാധനം വലിച്ചു നീട്ടി വലുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് പരാജയപ്പെട്ടിട്ട് പിന്നീട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് തന്നെ പറ്റത്തില്ല. അവർ വിചാരിക്കും കഴിഞ്ഞു എൻ്റെ ജീവിതം. നേരെ മറിച്ച് ഈ കുഞ്ഞൊരു കണ്ടന്റ് ആണെങ്കിൽ അതൊരു 10 ചേർത്ത് വെച്ചൊരു നല്ല പുസ്തകമാക്കുകയാണെങ്കിൽ ആൾക്കാർ വായിക്കും, മത്സരിച്ച് വായിക്കും കഥകളെല്ലാം. അപ്പൊ അങ്ങനെ ഒരു സാധനമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹുക്കിംഗ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിമ്നയുടെ കാര്യം പറഞ്ഞല്ലോ, നിമ്നയുടെ ഒരു സെൽഫ് ലവ് ആണ് കൂടുതലും. ഇപ്പം ഒരാള് മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരു എന്ത് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷനുള്ള സമയത്ത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞൊരു പുസ്തകം ഹീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും നിമ്നയും പോകുന്ന പ്രോഗ്രാംസിൽ ചില ആൾക്കാർ വന്ന് അവളെ കൈ പിടിക്കുകയും, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്താണ് ഈ ബുക്ക് വന്നത്. അപ്പം അവളെ ഇങ്ങനെ നോക്കും, കണ്ടോ ആ ഒരു സെൽഫ് ലവ്, സെൽഫ് കെയർ, അതൊക്കെ ഈ ചിലപ്പോൾ കിട്ടുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോൾ നോക്കുമ്പോൾ ഈ ഒരു റീലിലായിരിക്കും കിട്ടുന്ന ഒരു ഹുക്കിംഗ് പോയിന്റ്. അതായത് എല്ലാം തകർന്നു നിന്ന സമയത്ത് ആണ് ഞാൻ ഈ ബുക്ക് വായിക്കുന്നത്, എന്നെ അത് ഇതിലേക്ക് നയിച്ചു എന്ന് പറയുമ്പോൾ ഇതെന്താണെന്ന് നോക്കാലോ എന്ന് പറഞ്ഞ് ചിലപ്പോൾ അത് ബുക്ക് വായിക്കുമ്പോൾ ഒരു സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ, അതായത് എല്ലാം തകർന്ന് എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ചെറിയൊരു ഹോപ്പ് ഒരു ബുക്കിന് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള പല ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഈ ബുക്കിനോട് ഇഷ്ടമില്ലാത്തവരൊക്കെ പറയും ഒരു ബുക്ക് വായിച്ച് ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്നവരെന്താ ഇപ്പം ഇങ്ങ് പോരുവാണോ എന്ന് പറഞ്ഞു. അങ്ങനല്ല. ഇപ്പം ഒരാള് പോലും ഒരു ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരാളുടെ വേറൊരാളുടെ പരിചയമില്ലാത്ത ഒരാളുടെ പരിചയം പോലും ഇപ്പൊ ട്രെയിനിൽ പോവാണ്, ഒരാൾ വിചാരിക്കുകയാണ് ഞാനിപ്പോ ഇവിടുന്ന് ചാടി മരിക്കണം എന്ന് വിചാരിച്ച് ഡോറിൽ നിൽക്കുകയായിരിക്കും. ഒരാൾ വന്നിട്ടായിരിക്കും ചോദിക്കുന്നത് സമയം എത്രയായി ബ്രോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവൻ സമയം നോക്കുന്ന സമയത്ത് അവന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ അവൻ പോവില്ല അവിടുന്ന്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ചിലപ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പൊ ആ ഒരു ലൈഫ് അവിടെ സേവ് ആവുന്നു. അതുപോലെ തന്നെ ബുക്കുകൾ പല എടുത്തും റോള് കണ്ടെത്തുന്നുണ്ട്. മനുഷ്യരെ പോലെ അല്ല, ബുക്ക് നമുക്കൊരു ഇവിടെ പോയി പർച്ചേസ് ചെയ്ത് വാങ്ങാം, നമ്മുടെ ഒരു ഫ്രണ്ടായി മാറും, പുതിയ പുതിയ പുസ്തകങ്ങൾ വരും. അപ്പോൾ ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറേ മനുഷ്യരെ കണ്ടെത്തുന്ന ഈ ബുക്കുകളിലൂടെയാണ്. അതിനൊക്കെ ഇതിനൊരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണ്ടേ, അതായി പറഞ്ഞ ആ ഒരു ബുക്കിംഗ് പോയിന്റ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. എന്നെ അങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചില പുസ്തകങ്ങൾ വായിക്കാനായിട്ട് നമ്മൾ പരിചയം ഉണ്ടാവും. നമ്മൾ ബുക്ക് സ്റ്റാളിൽ ചെല്ലുമ്പോൾ ഇതാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് മനസ്സിലാവും. അപ്പൊ അതൊരു ഗുണം തന്നെയാണ്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പോൾ കാണുന്ന ഒത്തിരി കുട്ടികൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ മുൻപുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചും കൂടി സോഷ്യൽ മീഡിയ അവൈലബിലിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ വാർത്തകൾ അറിയുന്നുണ്ട്. +2 മുതലുള്ള പ്രായത്തിലുള്ള ഒത്തിരി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതായിട്ട്. ഇപ്പോൾ നിമ്നേൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വന്നത് തന്നെ അങ്ങനെയായിരുന്നു. നിമ്നയുടെ പോസ്റ്റിൻ്റെ താഴേക്ക് ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ടല്ലോ, എനിക്ക് അങ്ങനെ അത് ഭയങ്കര ഹീലായി എന്നുള്ള രീതിയിൽ. അഖിലിനെ അങ്ങനെ വ്യക്തിപരമായിട്ട് അഖിലിൻ്റെ എഴുത്ത് കാരണം യെസ് ഐ എം ഹിയർ എന്ന ഫീലിൽ ആരെങ്കിലും അഖിലിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞതിലോ? എനിക്ക് ഞാൻ നിന്നിരുന്നൊരു സിറ്റുവേഷനിൽ നിന്നും കയറി പോരാൻ വേണ്ടിയിട്ട് എനിക്ക് അഖിലിൻ്റെ എഴുത്തിനെ എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? എൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാർ രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്,
അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി കിടക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് എൻ്റെ ബുക്ക് വായിച്ചിട്ട് അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടിയെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കോഴിക്കോട് നിന്നിട്ട് എനിക്കൊരു സന്തോഷം ഉണ്ടായത്, DC ബുക്സിൽ നിന്ന് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു അവിടുത്തെ സ്റ്റാളിൽ നിന്ന്. ഇവിടെ ഒരു ഡോക്ടറും വൈഫും ഇവിടെ ഉണ്ട്, കുട്ടിയായിട്ടാണ് വന്നത്. അവർക്ക് അഖിലിനെ ഒന്ന് പരിചയപ്പെടണം. സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് റാം കെയർ ഓഫ് ആനന്ദി വായിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഡെലിവറി ഉണ്ടായി. അപ്പൊ ഇവരിരുന്ന് ഇങ്ങനെ കഥ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടിക്ക് എന്ത് പേരിടും? ഒറ്റ ഇതില്ലായിരുന്നു, ആനന്ദി എന്ന് പേരിട്ടു. കുട്ടിയുടെ പേര് ആനന്ദി എന്നാണ്. ഇപ്പൊ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. അവർ ആ കേക്ക് തന്നെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റാം കെയർ ഓഫ് ആനന്ദിയുടെയാണ്. അപ്പൊ ആ ഒരു അവരുടെ ലൈഫിനെ ഞാൻ ചുമ്മാ പറയുന്നതല്ല, ഞാൻ അവരെ എപ്പോഴെങ്കിലും പരിചയപ്പെടുത്തും സോഷ്യൽ മീഡിയയിൽ. KLF കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. അങ്ങനെ ആ ഒരു കാര്യം, ഒരു ബുക്ക് അവരുടെ ആ കുട്ടി, ഇനി ആ കുട്ടിയുടെ ജീവിതകാലം മൊത്തമുള്ള ഒരു പേര് ആരെങ്കിലും ഇപ്പൊ ചോദിക്കും ഇതെങ്ങനെയാ പേര് വന്നത്, ആനന്ദി. അത് എൻ്റെ അമ്മ എന്നെ ഇതായിരുന്ന സമയത്ത് ഒരു ബുക്ക് വായിച്ചു, അഖിൽ എന്ന് പറഞ്ഞ ഒരാളുടെ. അത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അവാർഡിനെക്കാട്ടും വലുതല്ലേ. അപ്പൊ അതുപോലുള്ള കുറെ സാധനങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഇത് ചിലപ്പോൾ സെൽഫ് ലവ് കെയർ അങ്ങനെയുള്ളത് അല്ലായിരിക്കും ഇത്. അങ്ങനെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. വെരി പ്രൗഡ്. കാരണം നമ്മുടെ ഒരു എഴുത്തുകാരണം ഒരാളുടെ മൂഡ് മാറ്റാൻ പറ്റുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞത് ഭയങ്കര പെയിൻ ആയിരിക്കും ആക്സിഡന്റ് പറ്റി കിടക്കുന്നവർ. ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഈ തെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് കീമോ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും, ഡിപ്രസ്ഡ് ആയിരിക്കും. അപ്പൊ ഈ സമയത്ത് ഇവർക്ക് ഈ പുറത്തെ ലോകത്തിൽ നിന്ന് ഇവർക്ക് എങ്ങനെയെങ്കിലും കടക്കണം. അപ്പൊ ഈ സമയത്ത് റാം കെയർ ഓഫ് ആനന്ദി വേറെ ഏത് ബുക്കും ആവട്ടെ, അവർ ആ ലോകത്തിലേക്ക് അത്രയും ദിവസങ്ങൾ പോവുകയാണ്. അപ്പൊ ഇവർ ഇത് കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കും. ചിലര് ഹോസ്പിറ്റലിൽ കിടന്നുണ്ട് സ്റ്റോറിയൊക്കെ ഇടാറുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും, ഞാൻ ഈ ഒരു സിറ്റുവേഷനിലാണ്, മുടിയൊക്കെ പോയിട്ടുള്ളതായിരിക്കും, ഞാൻ ഈ ബുക്ക് വായിച്ചു, എനിക്കതൊരു നല്ലൊരു ഇതായിരുന്നു എന്ന് പറയും. അത് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ ഇവരോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എങ്ങനെയുണ്ട്, സുഖമാണോ, മനസ്സിൽ ആ ഒരു പേര് കാണും. കുറെ നാളുകൾക്ക് ശേഷമാണെങ്കിലും ഞാൻ ഇങ്ങനെ ചോദിക്കും. ഒരു ആളോട് ചോദിച്ചിട്ട് എനിക്ക് റിപ്ലൈ വന്നില്ല. ഞാൻ നമ്പറിൽ വിളിച്ചപ്പോൾ ചേച്ചി അടുത്ത ആൾ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു, അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു നിന്റെ ബുക്കുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, അവനാണ് വായിപ്പിച്ചത്, അജീഷ് എന്നും പറഞ്ഞിട്ട്, ട്രിവാൻഡ്രത്തുള്ളതാണ്, കന്യാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പൊ പറഞ്ഞു വലിയൊരു കളക്ഷൻ ഉണ്ട് അവന്റെ ബുക്സ്, ഇനി ഇതെന്ത് ചെയ്യുമെന്നാണ് എനിക്കറിയാത്തത്, ഞാൻ ജോലിക്കൊക്കെ പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷമം ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ 2-3 വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ല, അവരൊക്കെ ഇനി ഞാൻ ഏതെങ്കിലും ഒരു ലോകത്ത് കണ്ടുമുട്ടുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന സന്തോഷങ്ങളും ചില നിമിഷങ്ങളും അതൊരു എഴുത്തുകാരന് കിട്ടുന്ന ഒരു, എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മുത്തുകൾ പോലുള്ള കുറേ സാധനങ്ങളാണ്. അപ്പോൾ അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി, എഴുത്തുകാരൻ ഒക്കെ ഇതാണ് അല്ലേ? എല്ലാവരും ഇങ്ങനെ വിമർശനങ്ങളിലൂടെ മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കുന്നൊരു അഖിലിനും അപ്പുറത്തേക്ക് എഴുത്തുകാരൻ വ്യക്തി എന്ന നിലയിൽ വേറെയും കുറച്ച് തലങ്ങളും കൂടിയുള്ള ഒരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും. അല്ല, നമ്മള് ഒരാള് അതിപ്പോ ഒരു നടനോ നടിയോ എഴുത്തുകാരനോ പാട്ടുകാരനോ ആരോ ആവട്ടെ, ഇവരൊക്കെ മനുഷ്യരാണ് ബേസിക്കലി. ഇപ്പൊ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങും കുറെ വിമർശനം അതും ഇതൊക്കെ ഏറ്റുവാങ്ങുമ്പോഴും എൻഡ് ഓഫ് ദി ഡേ ഇവര് ഒറ്റയ്ക്കിരിക്കുന്നവരാണ്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ടെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഒരു സെക്കൻഡിൽ കമന്റ് ഇട്ട് അവർ വേറെ വഴിക്ക് പോകും, ഫുഡ് കഴിക്കാനോ കൂട്ടുകാരോടെ കറങ്ങാനൊക്കെ പോവാണ്. പക്ഷെ ആ ഒരു വേർഡ് എത്ര അളവിലാണ് ഒരാളെ വിഷമിപ്പിക്കുന്നതെന്ന് അറിയില്ല. പലരും പുറത്തുനിന്ന് കാണുമ്പോൾ അഖിൽ പി ധർമ്മജൻ അത് ഇതെന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ട് മനസ്സ് പല കാര്യങ്ങളുണ്ട്. ബുള്ളിങ് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, വിമർശനമൊക്കെ ഓക്കെയാണ്. പക്ഷെ ഒരുപാട് ഇതിലേക്ക് ഹരാസ്മെന്റിലേക്ക് വരുമ്പോൾ അതങ്ങനെയാണ്. അതെന്നെ മാത്രമല്ല ഒരു മനുഷ്യനെ ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ പങ്കുവെക്കുന്നു. അഖിലിൻ്റെ പുസ്തകത്തിന് വലിയ സ്വീകാര്യത കിട്ടിയത് ഒരു പുരസ്കാരമായി മാറുന്നൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള സൈബർ ബുള്ളിങ്ങും അഖിലും നിമ്നയും അടക്കമുള്ള പുതിയ എഴുത്തുകാർ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടപ്പോഴൊക്കെ ചിന്തിച്ചത് എങ്ങനെയാണ് പുതിയ എഴുത്തുകാർക്ക് സധൈര്യം മുമ്പോട്ട് വരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് എഴുതണം എന്നില്ല. അതാണ് ഞാൻ പലയിടത്തും നിങ്ങൾ സംസാരിക്കുന്നതും കണ്ടിട്ടുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ഇത്തരം ബുള്ളിങ്ങുകൾ അല്ലെങ്കിൽ അത്യാവശ്യം ഫേമസ് ആയിരിക്കുന്ന ആളുകൾ, വ്യക്തികളിൽ നിന്ന് തന്നെ വരുന്ന ഇത്തരം വിമർശനങ്ങളൊക്കെ പുതിയ എഴുത്തുകാർക്ക് മുൻപിലേക്ക് വരുന്നതിനൊരു തടസ്സമാകും എന്ന് തോന്നിയിട്ടുണ്ടോ? അതിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. കാരണം നമ്മുടെ പുറകിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട് പുതിയതായിട്ട്. ഈ പറയുന്ന സീനിയർ എഴുത്തുകാരോ ആരോ ആവട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ തളർന്നു പോകുന്നത് വന്നിട്ടുണ്ടെങ്കിൽ ഇത് പുറകെ വരുന്നവർക്കും കൂടെ അഫക്റ്റ് ചെയ്യും.
ഞാൻ അതിന് പ്രതികരിച്ച രീതികളുണ്ട് നിയമപരമായിട്ട്. അത് ഇവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളതാണ്, എനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെ സിനിമാറ്റിക് നോവൽ എഴുതുന്നവരൊക്കെ അടച്ചാക്ഷേപിക്കുന്ന എഴുത്തുകാരുണ്ട്. അതൊക്കെ ഒരു നല്ല പ്രവണതയല്ല. അവരവരുടെ രീതിയിൽ എഴുതിക്കോട്ടെ. ബാക്കി രീതിയിൽ എഴുതുന്നവർ അവരുടെ ആ ഒരു ഇഷ്ടമുള്ള റീഡേഴ്സിന് വേണ്ടി അവർ എഴുതട്ടെ. ഇവർക്ക് എന്താണ് പ്രശ്നം? ഈ കുറെ സംരക്ഷകരാണ്. ഈ ഞാൻ മലയാള ഭാഷയെ ഞാനാണ് സംരക്ഷിക്കുന്നത്, മിന്നൽ മുരളിയെ പോലെ, ഞാനാണ് സൂപ്പർമാനെ പോലെ, സ്പൈഡർമാനെ പോലെ. അങ്ങനെ സ്പൈഡർമാനും സൂപ്പർമാനും ഒന്നും കളിക്കാൻ നിൽക്കാതെ അവരവരുടെ ജോലി നോക്കുക, അവരുടെ വഴിയെ പോവുക. ഞങ്ങൾ ഞങ്ങളുടെ ഒരു സൈഡിലൂടെ പോയിക്കോട്ടെ കുറച്ച് ആൾക്കാരുമായിട്ട് എന്നുള്ളതാണ്. പിന്നെയും ബുള്ളിങ്ങും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒപ്പം നടക്കുന്നു. നമുക്ക് ആരെയും തിരുത്താൻ പറ്റില്ല. അവരവരുടെ രീതിയിൽ നടക്കട്ടെ, നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. അത്രേ ഉള്ളൂ. ഭാഷയുടെ സംസ്കാരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു കാലഘട്ടത്തിൽ നമ്മൾ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത് ഇമോജികളാണോ സ്റ്റിക്കറുകളാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് പുതിയ തലമുറയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതു എഴുത്തുകാർ മുൻപിലേക്ക് വരുന്ന സമയത്ത് ഇതൊന്നും ഇങ്ങനെയല്ല ആവേണ്ടത് എന്നുള്ള രീതിയിലുള്ള സ്ഥിരം ക്ലീശകളുമായി വരുന്ന ആളുകളോടും ഒക്കെയുള്ള ഒരു സംവാദനം തന്നെ പറയാം അല്ലേ, ഒരു സംവാദം തന്നെയാണ് അഖിലടക്കമുള്ള പുതിയ എഴുത്തുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും പുതിയ എഴുത്തുകളിലൂടെ, സിനിമാറ്റിക് എഴുത്തുകളിലൂടെ മുൻപിലേക്ക് വരാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തതിൽ താങ്ക് യു. എന്തായാലും എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചതിനും, ഇപ്പോൾ ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നോ എനിക്കറിയില്ല, ആർക്കെങ്കിലും ഇതൊരു ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളും നമ്മൾ ഒരുമിച്ച് ചെയ്ത ഒരു നല്ലൊരു ടീം വർക്കായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഉണ്ടാവട്ടെ. ഒരുപാട് എഴുത്തുകാരുണ്ടാവട്ടെ. എല്ലാവർക്കും ആശംസകൾ. അതുപോലെ നിങ്ങൾക്കും ആശംസകൾ. താങ്ക് യു.